ഫീഡിങ്ങും അതിന് വെള്ളം എടുക്കുന്നതും ഭക്ഷണം എടുക്കുന്നതും അതിന്റെ ഡെയിലി റുട്ടീൻ അത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യസ്ഥിതി അത്രയങ്ങ് അവശ നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടായിരുന്നു ഈ ഒരു 2-3 ദിവസമായിട്ട്. നിലവിൽ നിങ്ങളും കണ്ടതല്ലേ, ആനയ്ക്ക് അത്ര അവശ നിലയൊന്നുമല്ല. ആന അത്യാവശ്യം ആരോഗ്യമായിട്ട് അത്യാവശ്യം വെച്ച് ക്ഷീണമുണ്ട്, എന്നിരുന്നാലും അത്രയ്ക്ക് അവശ നിലയിലല്ല. ഉണ്ട്. അത് അന്ന് നമ്മളൊരു ഫസ്റ്റ് ചികിത്സ നടത്തിയപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ്, ആ കൊമ്പ് കുത്തി ഇറങ്ങി ആ ഒരു ആഴം ഉണ്ടായിരുന്നു. അത് അന്ന് ചികിത്സ നടത്തിയതിന് ശേഷം കുറച്ചൊന്ന് ഉണങ്ങി വന്നിട്ടാണ് പിന്നെ ഇത് പഴുക്കാൻ തുടങ്ങിയത്. മുറിവിന് നല്ല നിങ്ങൾക്കൊക്കെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതുണ്ട്. അപ്പോൾ റെഗുലർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മയങ്ങി വീണപ്പോൾ ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം നമ്മളവിടെ പ്രസൻസിലുണ്ട്. ആന കിടന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് നല്ല കൂർക്കം വലിക്കുന്നത് കേട്ടപ്പോൾ എന്തായാലും വേറെ ഇഷ്യൂ ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ അതിന്റെ ആ ഒരു സെഡേഷൻ മോഡിലാന്ന് മനസ്സിലായി. പിന്നെ അതുകൊണ്ട് ടെൻഷന്റെ ഒരു ഇതില്ലായിരുന്നു. അത് രണ്ടിനെയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രാക്ക് ചെയ്തത്. അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണൽ ഒരു ഇത് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് തുമ്പി കൊണ്ട് ആനയെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സീനും പിന്നെ ആ തുമ്പിയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് ആന മയങ്ങി വീണത്. വേറെ ഇഷ്യൂസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഇനിയുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ഡോക്ടേഴ്സ് തീരുമാനിക്കും. ഇനി എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുന്നതെന്നൊക്കെ ഉള്ളത് അത് ഡോക്ടറുടെ ടീമുണ്ട്, അവരത് തീരുമാനിക്കുന്നതായിരിക്കും. സങ്കീർണമായ ദൗത്യമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ആനയെ അവിടുന്ന് വേറെ ഒരു ഇഷ്യൂസും ഇല്ലാതെ നമുക്ക് ഇവിടെ അഭയാരണ്യത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ ആന മയങ്ങി വീണ അവസ്ഥയിൽ തന്നെ ഡോക്ടർ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടാണ് കൊണ്ടുവന്നത്. ബാക്കിയുള്ളത് അരുൺ സെക്രട്ടറി ഡോക്ടറിന് സംഘം തീരുമാനിക്കും. അത് ആഴമുണ്ട്, കണ്ടാൽ അറിയാമല്ലോ. കുറച്ച് അത് സൈനസിൽ കുത്തേറ്റതിന്റെ ഒരു മുറിവാണ്. അതെന്തായാലും ഹീൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കും ഉണ്ട്. കുറച്ച് നാൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇതുവരൊന്നും തീരുമാനിക്കാൻ ഇതല്ല, കാരണം എത്രത്തോളം എടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അത് മാക്സിമം ചികിത്സ നൽകി അതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. താങ്ക് യു ആൾ. എല്ലാവർക്കും നന്ദി കേട്ടോ, എല്ലാവരുടെയും സപ്പോർട്ടിന്. DFOയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ആനയുടെ ചികിത്സ ദൗത്യങ്ങൾക്ക് തുടക്കമാകാൻ പോവുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാകും ആനയ്ക്ക് ഇനി ഏത് തരത്തിലുള്ള ചികിത്സയാണ് മുന്നോട്ട് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനിക്കുക. ആന ദൗത്യം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ മാധ്യമങ്ങളോടുള്ള നന്ദിയും DFO പറഞ്ഞു. ആന ഇപ്പോൾ ആരോഗ്യവാനായി തന്നെ ഇവിടെ ഉണ്ട്. ചികിത്സാ ദൗത്യങ്ങൾക്ക് ഉടൻ തന്നെ തുടക്കമാകുമെന്നും DFO പറഞ്ഞു.